എല്ലാവർക്കും നമസ്കാരം. പുള്ളിക്കാനത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വാഗമണിൻ്റെ അടുത്ത് കിടക്കുന്ന എന്നാൽ സഞ്ചാരികൾക്ക് അത്ര അടുത്ത് പരിചയമില്ലാത്തൊരു സ്ഥലമാണ് പുള്ളിക്കാനം. വാഗമണിൽ നിന്ന് പുള്ളിക്കാനം വഴി കാഞ്ഞാറിലേക്ക് ധാരാളം സഞ്ചാരികൾ യാത്ര ചെയ്യാറുണ്ട്. പുള്ളിക്കാനത്തെ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ ധാരാളം സോഷ്യൽ മീഡിയയിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മെയിൻ റോഡിൽ നിന്ന് മാറിയുള്ള കാഴ്ചകൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പുള്ളിക്കാനത്തെ തേയിലത്തോട്ടങ്ങൾ, വ്യൂ പോയിന്റുകൾ, ഇവിടുത്തെ തേയില ഫാക്ടറി എന്നിവയൊക്കെ കാണുകയാണ് ലക്ഷ്യം. കാഴ്ചകൾ കണ്ട ശേഷം പുള്ളിക്കാനത്തെ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ രാത്രി ടെൻ്റ് അടിച്ച് കഴിയണമെന്ന് കൂടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിക്കാനം വിശദമായിട്ടൊന്ന് കാണാം. വാഗമണ്ണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ സഞ്ചരിച്ചു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് എൽദോ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പുള്ളിക്കാനം കാഴ്ചകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. അപ്പോൾ പുള്ളിക്കാനത്തെ ആദ്യത്തെ സ്പോട്ട് ഇതാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴി ഒരു മഹാദേവ ക്ഷേത്രം കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതുവശത്ത് ഒരു വേലിയുണ്ട്. അപ്പോൾ ഈ വേലിയുടെ ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ വേലിയുടെ ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പുണ്ട്. ഇതങ്ങോട്ട് കയറി ചെല്ലുന്നത് ഒരു നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു പോയിൻ്റാണിത്. ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണിച്ച 2 സ്ഥലങ്ങളുണ്ട്. തൊട്ടപ്പുറത്താണ് ഇവിടുത്തെ പുള്ളിക്കാനം കവല. പുള്ളിക്കാനം എസ്റ്റേറ്റ് ഫാക്ടറി ഉണ്ട്. ഫാക്ടറിയോട് ചേർന്നുള്ളൊരു കവലയാണിത്. ഫാക്ടറിയുടെ അകം കാണാൻ അനുവാദമില്ല. കവാടമൊക്കെ ഒരു പഴമയുള്ളൊരു കവാടമാണ്. പിന്നെ അവരുടെ ഓഫീസും കുറച്ച് പഴക്കമുള്ള ഒരു നല്ല കെട്ടിടമാണ്. പിന്നെ അടുത്ത പോയിന്റിലേക്ക് പോകാം.
പുള്ളിക്കാനം കവലേന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. അതാണ് കാഞ്ഞാർ റൂട്ട്. ജസ്റ്റ് ആ വഴി താഴേക്ക് ഇറങ്ങി ഉടനെ വലത്തോട്ടൊരു മൺപാതയുണ്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എസ്റ്റേറ്റിലൂടെ സഞ്ചരിക്കാം.